പ്രിയ സുഹൃത്തുക്കളെ, വീട്ടിൽ ചെല്ലുമ്പോൾ ഇനി ഇന്ത്യ മുന്നണിക്കാരുടെ കഞ്ഞിയും ചമ്മന്തിയും മുടങ്ങുമല്ലോ എന്നുള്ളതാണ് എൻ്റെ വിഷമം. വനിതാ സംവരണത്തിനല്ലേ ഇന്ത്യ മുന്നണിക്കാർ പാരവച്ചിരിക്കുന്നത്? അതായത് സ്വന്തം വീട്ടിലെ പെണ്ണുങ്ങളെപ്പോലും അവർ വെറുപ്പിച്ചിരിക്കുന്നു എന്നർത്ഥം. മോദിയും അമിത്ഷായും ചേർന്നൊരുക്കിയ ഒരു കെണിയിൽ ഇവർ ചെന്ന് പെട്ടു എന്നല്ലേ ഇതിനെ കരുതാൻ? 2029 പൊതു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്ത്രീകൾക്ക് 33% അഥവാ 1/3 സംവരണം കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു നിയമ ഭേദഗതിയാണ് കോൺഗ്രസിന്റെ ദീർഘവീക്ഷണമില്ലായ്മ കൊണ്ട് ഇന്നലെ ലോക്സഭയിൽ പരാജയപ്പെട്ടു പോയത്. ഭരിക്കാൻ പാർലമെന്റിൽ BJPക്കും സഖ്യകക്ഷികൾക്കും ഭൂരിപക്ഷം ഉണ്ടെങ്കിലും ഒരു ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കിയെടുക്കാനുള്ള 2/3 ഭൂരിപക്ഷം സഭയിൽ ഇല്ല. ഈ പൂർണ്ണബോധ്യം മോഡിക്കും അമിത്ഷായ്ക്കും ഉള്ളപ്പോഴും ഇതിന് തുനിയണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ ഗൂഢോദ്ദേശം ഉണ്ടായിരിക്കണം. വരും കാലങ്ങളിൽ നമുക്ക് അത് ബോധ്യപ്പെടുകയും ചെയ്യും. ആധാർ കാർഡ് ഇതിന് ഒരു ഉദാഹരണമാണ്. അതിനെ ഒരു തിരിച്ചറിയൽ രേഖയായി മാറ്റാനുള്ള ശ്രമം സുപ്രീം കോടതി വഴി പരാജയപ്പെടുത്തിയത് ഇന്ത്യ മുന്നണി ആയിരുന്നു. സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ആധാർ ഉപയോഗിക്കാവൂ എന്ന നിർദ്ദേശം സുപ്രീം കോടതിയുടേത് ആയിരുന്നു. അതിന് ഇപ്പോൾ മാറ്റം വന്നില്ലേ? SIRനെ പ്രതിരോധിച്ചുകൊണ്ട് മമതാ ബാനർജി സുപ്രീം കോടതിയിൽ പോയപ്പോൾ ആധാർ ഒരു തിരിച്ചറിയൽ രേഖ ആയി കാണാം എന്ന് സുപ്രീം കോടതി തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ആധാറിനോടുള്ള അയിത്തം ഇപ്പോൾ മാറിക്കിട്ടി. CAA കൊണ്ടുവന്നപ്പോൾ ഇതുപോലൊരു പ്രശ്നമുണ്ടായി. അതും മോഡി ഗവൺമെന്റ് മറികടന്നില്ലേ? പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും വന്ന ഹിന്ദു, സിഖ്, ക്രിസ്ത്യൻ വംശജർക്ക് ഭാരതത്തിൽ പൗരത്വം കിട്ടിയില്ലേ? ഇങ്ങനെ മോഡി സർക്കാർ കൊണ്ടുവരുന്ന പരിപാടികൾ എല്ലാം പാരവച്ച് തകർക്കാൻ വേണ്ടി ഇന്ത്യ മുന്നണി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല. ഒരെണ്ണം ഒഴിച്ച് നമ്മുടെ കാർഷിക ബിൽ. പക്ഷെ അതും ഇവിടെ നടപ്പിലാക്കത്തന്നെ ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. അതിനുള്ള ശ്രമങ്ങൾ അണിയറയിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. താമസിയാതെ നമുക്ക് അതും കാണാം. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇന്നലെ പാർലമെന്റിൽ അവതരിപ്പിച്ചത് 3 ബില്ലുകളായിരുന്നു. ഒന്നാമത്തേത് സ്ത്രീകൾക്ക് 33% അഥവാ 1/3 സംവരണം കൊടുക്കാനുള്ള ബിൽ. രണ്ടാമത്തേത് പാർലമെന്റ് മണ്ഡലങ്ങളുടെ പുനഃക്രമീകരണം. മൂന്നാമത്തേത് ലോക്സഭയിലെ മെമ്പർമാരുടെ എണ്ണം ഇന്നുള്ള 533 നിന്ന് 850 ആയി ഉയർത്താനുള്ള ബില്ല്. ഈ 3 ബില്ലും പാസ്സാക്കുന്നതിന് ലോക്സഭയിൽ 2/3 ഭൂരിപക്ഷം വേണം. പക്ഷേ അത് മോഡി സർക്കാരിന് ഇല്ല എന്നതുകൊണ്ട് അത് പാസ്സായി പോയില്ല. ഇന്ത്യ മുന്നണിയെ സപ്പോർട്ട് ചെയ്യുന്നവരും മോഡി വിരോധികളുമായ എല്ലാ പത്ര, ദൃശ്യ, സാമൂഹ്യ മാധ്യമങ്ങളും ഉത്സാഹത്തോടെ കൊട്ടിഘോഷിക്കുന്നത് നമ്മൾ കണ്ടു. മോദി സർക്കാരിനെ പരാജയപ്പെടുത്തിയ സന്തോഷം അവർ വലിയ നിലയിൽ ആഘോഷിക്കുന്നത് കണ്ടു. കുറേ കാലത്തിന് ശേഷമാണ് മോഡിയെ അടിക്കാനുള്ളൊരു വടി ഇവർക്ക് കിട്ടിയത് എന്ന് തോന്നിപ്പോയി. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കപ്പെടാതെ പോയ ചില കാര്യങ്ങളുണ്ട്. അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്നാമത്തേത്, ആദിവാസിയായ ഒരു സ്ത്രീയെ ആദ്യമായി ഭാരതത്തിൻ്റെ രാഷ്ട്രപതിയാക്കിയത് മോഡിയാണ് എന്ന് ഓർമ്മ വേണം. ഓപ്പറേഷൻ സിന്ദൂർ വഴി പാകിസ്ഥാൻ എന്ന തീവ്രവാദ രാജ്യത്തെ അടിച്ചൊതുക്കാൻ നേതൃത്വം കൊടുത്തത് 3 സ്ത്രീകളായിരുന്നു എന്ന കാര്യം ഓർമ്മ വേണം. ലാഖ്പതി ദീദി എന്ന പദ്ധതി കൊണ്ടുവരികയും അതുവഴി അനേകം സ്ത്രീകളെ ബിസിനസ്സുകാരാക്കി മാറ്റിയതും മോഡിയാണ് എന്ന് ഓർമ്മ വേണം. കാശ്മീരിലെ ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞതുവഴി അവിടുത്തെ സ്ത്രീകൾക്ക് പൂർവിക സ്വത്തിൻ്റെ അവകാശം വാങ്ങിക്കൊടുത്തത് മോഡിയാണ് എന്ന് ഓർമ്മ വേണം. മുദ്രാ ലോൺ വഴി ധാരാളം സ്ത്രീകൾ ലോൺ എടുക്കുകയും പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുകയും ചെയ്തു. അതിന് കാരണം മോഡിയാണെന്ന് ഓർമ്മ വേണം. PM ആവാസ് യോജന, അതായത് വീട് വയ്ക്കാനുള്ള പദ്ധതി, ഇതുവഴി ധാരാളം സ്ത്രീകൾക്ക് സ്വന്തമായി കിടക്കാടം ഉണ്ടാക്കി കൊടുത്തത് മോഡിയാണെന്ന് ഓർമ്മ വേണം. ഇതുപോലെ അനേകം പദ്ധതികൾ സ്ത്രീ ശാക്തീകരണത്തിനായി മോഡി കൊണ്ടുവരികയും കുറ്റമറ്റ തരത്തിൽ അത് നടപ്പിലാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഭാരതത്തിലെ സ്ത്രീകൾ മോഡിയോട് എന്നും കടപ്പെട്ടിരിക്കുന്നു. മുത്തലാഖ് നിരോധനം വഴി മുസ്ലിം സ്ത്രീകൾക്ക് മോചനം നേടിക്കൊടുത്തത് മോഡിയല്ലേ? അതുകൊണ്ടാണ് ഉത്തർപ്രദേശ് പോലെ മുസ്ലിം ജനസംഖ്യ കൂടുതലുള്ള സംസ്ഥാനങ്ങളിൽ പോലും BJP പുഷ്പം പോലെ വിജയിച്ചു വരുന്നത്. കോൺഗ്രസിന് സ്ത്രീ ശാക്തീകരണത്തിലോ സ്ത്രീ സംവരണത്തിലോ താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മുസ്ലിം സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി മാത്രമായി കോൺഗ്രസ് നിലകൊള്ളാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? സ്ത്രീ ശാക്തീകരണം മുസ്ലിങ്ങളുടെ അജണ്ട അല്ല,
അത് അവരുടെ മതനിയമത്തിന് എതിരാണ്. വഖഫ് നിയമം പോലും മുസ്ലിം പ്രീണനത്തിന് വേണ്ടി കോൺഗ്രസ് ഉണ്ടാക്കിയ നിയമമല്ലേ? സത്യം പറയണമല്ലോ, കോൺഗ്രസിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാലാകാലങ്ങളായി ഹിന്ദുക്കളെ ഒഴിവാക്കി ഒരു ഇസ്ലാമിക ഇക്കോസിസ്റ്റം കോൺഗ്രസിൻ്റെ ഉള്ളിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് കാലം ഏറെയായി. അതുകൊണ്ട് തന്നെയാണ് ഹിന്ദു ഭൂരിപക്ഷമുള്ള വടക്കേ ഇന്ത്യയിൽ നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം കൂടുമ്പോൾ കോൺഗ്രസിന് ചങ്കിടിപ്പ് വർദ്ധിക്കുന്നത്. പാർലമെന്റ് മണ്ഡലങ്ങളുടെ എണ്ണം 850 ആയാൽ ഇനി ഒരു 50 വർഷത്തേക്ക് കോൺഗ്രസിന് അധികാരത്തിൽ തിരിച്ചു വരാൻ കഴിയില്ല എന്ന് ഒരു കോൺഗ്രസ് നേതാവ് ഇന്നലെ ഒരു TV ഡിബേറ്റിൽ പറയുന്നത് കേട്ടു. സത്യമാണ്, അതൊരു കൃത്യമായ ഒരു നഗ്ന സത്യമാണത്. പിന്നെ നമുക്ക് രാഹുൽ ഗാന്ധിയുടെ കാര്യം നോക്കാം. അയാളുടെ അമ്മയും അമ്മുമ്മയും പെങ്ങളും രാഷ്ട്രീയത്തിലുണ്ടല്ലോ. ഇനി പ്രത്യേകിച്ച് ഒരു സമ്മേളനത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. ഇന്നലെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആയിരുന്ന അഖിലേഷ് യാദവിൻ്റെ പാർലമെന്റ് പ്രസംഗം കേട്ടു. മുസ്ലിം സ്ത്രീകൾക്ക് സംവരണം കൊടുക്കണമെന്നാണ് അയാളുടെ വാദം. ശ്രീമാൻ അമിത്ഷാ അതിന് തക്ക മറുപടിയും കൊടുത്തു. ഇന്ത്യൻ ഭരണഘടനയിൽ മതപരമായ സംവരണം കൊടുക്കാൻ ഒരു പ്രൊവിഷനുമില്ല. ഇതുകൂടാതെ അമിത്ഷാ അയാൾക്കൊരു ഉപദേശം കൂടെ കൊടുത്തിട്ടുണ്ട്. താങ്കളുടെ പാർട്ടി ഇലക്ഷന് മത്സരിക്കുമ്പോൾ മുസ്ലിം സ്ത്രീകൾക്ക് സീറ്റ് കൊടുക്കുക എന്നുള്ളതായിരുന്നു ആ ഉപദേശം. അഖിലേഷ് യാദവിന് ഈ നിയമങ്ങളൊന്നും അറിയാഞ്ഞിട്ടൊന്നുമല്ല. ഈ കണക്കിന് 10 വോട്ട് കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് മാത്രമേ ആ പാവം വിചാരിച്ചിട്ടുള്ളൂ. ഇന്നലത്തെ പാർലമെന്റ് സംവാദത്തിൽ എനിക്ക് ഏറെ വിഷമം തോന്നിയത് ശ്രീമാൻ NK പ്രേമചന്ദ്രൻ്റെ വാദമുഖങ്ങൾ കേട്ടിട്ടാണ്. എന്തൊരു മെഴുകലാണ് അദ്ദേഹം മെഴുകിയത്. അദ്ദേഹം പൊതുവെ കാര്യങ്ങൾ പഠിച്ചു പറയുന്ന ആളാണ്. പലതും കാര്യമാത്ര പ്രസക്തമായി സംസാരിക്കുന്ന ആളാണ്. ജനങ്ങൾ അത് അംഗീകരിക്കാറുമുണ്ട്. പക്ഷേ ഇന്നലെ അയാൾ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചു കളഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു വാദമുഖത്തിനും ഒരു മൂർച്ചയും ഇല്ലായിരുന്നു. എന്തൊക്കെയോ പറയാൻ വേണ്ടി എന്തൊക്കെയോ പറയുന്നു, അത്രമാത്രം. ഇവിടെ ഒരു കാര്യം പ്രത്യേകമായി നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബാംഗ്ലൂർ പാർലമെന്റ് അംഗമായ ശ്രീ തേജസ്വി സൂര്യ ഇന്നലെ പാർലമെന്റിൽ ഒരു കാര്യം പറഞ്ഞു. മണ്ഡലങ്ങളുടെ പുനഃക്രമീകരണം നടക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഫോർമുല അത് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിന് ഭാവിയിൽ നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് 20 MP-മാരാണുള്ളത്. ഇത് നമുക്ക് 14 കുറയും. അത് മറികടക്കാനും ജനസംഖ്യ കുറവുള്ള സംസ്ഥാനങ്ങളെ സഹായിക്കാനുമായി നമ്മുടെ പ്രധാനമന്ത്രി ഒരു ഫോർമുല മുന്നോട്ട് വച്ചിരുന്നു. അതായത് എല്ലാ സംസ്ഥാനങ്ങളുടെയും MP-മാരുടെ എണ്ണം 1.5 ഇരട്ടിയാക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാകുമ്പോൾ കേരളത്തിൻ്റെ വിഹിതം 30 MP-മാർ ആകുമായിരുന്നേനെ. കിട്ടിയ ഒരവസരം നമ്മൾ പാഴാക്കി കളഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യ മുന്നണി BJP ഇന്ന് സഭയിൽ തോൽപ്പിച്ചുവെങ്കിൽ അത് മറികടക്കാൻ മറ്റൊരു തന്ത്രവുമായി BJP വീണ്ടും വരും. അന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇതൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം.